സിനിമയിൽ ജനാധിപത്യമില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ ജനാധിപത്യം തീരുമാനിക്കുന്നത് മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഇപ്പോൾ ടൊവിനോ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, അപ്പോൾ ടൊവിനോയുടെ മാർക്കറ്റിനൊരു പരിഗണനയുണ്ട്. മനസ്സിലായി? ഈ ടൊവിനോയുടെ ഡേറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അവിടെ ലൈറ്റ് ബോയ് ഉണ്ടാവുന്നതും യൂണിറ്റും എല്ലാം ഉണ്ടാവും, ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത്, ഡയറക്ടർ, സിനിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നത്. ഇപ്പം നമ്മൾ ഈ സിനിമയ്ക്കകത്തെ വിവേചനങ്ങളെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. ഒരുപാട് വർഷങ്ങളുടെ ഫൈറ്റിന് ശേഷം പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് തരത്തിലുള്ള വിവേചനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്ന മറ്റൊരു കാര്യം, സിനിമയ്ക്കകത്ത് ഉള്ള ഇപ്പം ലൈറ്റ് ബോയ്ക്കോ മറ്റുള്ള ആളുകൾക്കോ ഒന്നും കിട്ടാത്ത അവർക്കുള്ള അത്ര പോലും പരിഗണന ബാക്കിയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് നിൽക്കുന്ന ആളുകൾക്കോ ഇവർക്ക് ആർക്കും കിട്ടുന്നില്ല എന്നുപോലെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു ജെൻഡറിനപ്പുറത്തേക്ക് എല്ലാ മനുഷ്യരുടെയും കൂടെ കാര്യമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ നമുക്ക് കാണാൻ പറ്റും. അതിനോട് എടുക്കുന്ന ഒരു ടേക്ക് എന്താണ്? സിനിമയിൽ ജനാധിപത്യമില്ല എന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ആ ജനാധിപത്യം തീരുമാനിക്കുന്നത് മാർക്കറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ഇപ്പോൾ ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ, അദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രോജക്റ്റ് ഉള്ളൂ. ആ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അതിനകത്തൊരു ക്യാരക്ടർ ചെയ്യാൻ എനിക്കോ അദ്ദേഹത്തിന് പറ്റുള്ളൂ. എനിക്കൊന്നും മാർക്കറ്റൊന്നുമില്ല. നിങ്ങൾക്കുണ്ടോ മാർക്കറ്റ്? ഇല്ല. ഇപ്പോൾ ടൊവിനോ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ്, അപ്പോൾ ടൊവിനോയുടെ മാർക്കറ്റിനൊരു പരിഗണനയുണ്ട്. മനസ്സിലായി? ഈ ടൊവിനോയുടെ ഡേറ്റ് കിട്ടുമ്പോൾ മാത്രമാണ് അവിടെ ലൈറ്റ് ബോയ് ഉണ്ടാവുന്നതും യൂണിറ്റും എല്ലാം ഉണ്ടാവും, ഒരു പ്രോജക്റ്റ് ഉണ്ടാവുന്നത്, ഡയറക്ടർ, സിനിമ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് തന്നെയാണ് ഒരു കൂട്ടായ്മ അവിടെ രൂപപ്പെടുന്നത്. പിന്നെ ഇതൊരു സാമ്പത്തികത്തിൻ്റെ ഒരു കാര്യവും കൂടിയുണ്ട് ഇതിനകത്ത്. സമ്പത്ത് എന്ന് പറയുന്നത്, പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു ഇത്. പക്ഷെ അവിടെയും മനുഷ്യൻ്റെ ബേസിക് ആയിട്ടുള്ള റൈറ്റ്സ് അല്ലേ മുന്നിൽ നിൽക്കേണ്ടത്? അങ്ങനെ ആ റൈറ്റ്സിനെ ഇന്നത്തെ തലമുറ, ഞാനത് പ്രത്യേകിച്ച് ഞാൻ പറയുക, എൻ്റെ റൈറ്റ്സിനെ പിടിച്ചു വാങ്ങുന്നൊരു തലമുറയുണ്ട് സിനിമയിൽ. എനിക്ക് കാരണം ഞാൻ ഒരുപാട് അസിസ്റ്റൻറ്റ്, ചില എനിക്കറിയാവുന്ന ഒരാൾ, എനിക്ക് എൻ്റേതായ പരിഗണന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് പോയ ആളുകളുണ്ട്. പക്ഷെ എത്ര പേർക്ക് അത് സാധ്യമാവും? പക്ഷെ അവിടെയാണ് ഇതൊന്നും നാളത്തേക്ക് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു നല്ലൊരു ഇത് ഉണ്ട്, കിട്ടും, ഇല്ലെങ്കിൽ എനിക്കും ഒരു മാർക്കറ്റ് വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ എൻ്റെ സ്വപ്നത്തിന് വലിയൊരു ചിറക് മുളയ്ക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വേദനകൾ, എന്നെ സംബന്ധിച്ച് എനിക്കും വേദനകൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അതിനെ മാറ്റി വയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ടീം വർക്ക്,